ഹായ്, ഏവർക്കും നമസ്കാരം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് തുടങ്ങി 300-ലധികം വേക്കൻസികളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ പരീക്ഷകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക്? ക്ഷേത്രത്തെക്കുറിച്ച് അറിയണം, ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് അറിയണം, അതുപോലെ തന്നെ ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച് അറിയണം, ദേവസ്വം ബോർഡിൻ്റെ ഭരണക്രമങ്ങളെക്കുറിച്ച് അറിയണം. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. പലപ്പോഴും ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ഈ ഒരു ജോലി ലഭിക്കാനായി നിർണായക സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക്. സ്പെഷ്യൽ ടോപ്പിക്കിൽ മുഴുവൻ മാർക്കും നേടാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ദൈവവിശ്വാസമുള്ള അവരെയാണല്ലേ വിളിച്ചേക്കുന്നത്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും ദൈവവിശ്വാസത്തെ സംബന്ധിക്കുന്നതാണ്. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. എന്താണ് ക്ഷേത്രം? ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ക്ഷേത്രം എന്നാൽ എന്ത് എന്ന്. അമരകോശത്തിലും ഭഗവത്ഗീതയിലും പ്രതിപാദിക്കുന്ന ക്ഷേത്ര സങ്കല്പം അല്ലേ, ക്ഷേത്രം തന്നെയാണ് ശരീരം, ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നത് തന്നെയാണ് തത്വമസി. നമുക്കറിയാം, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഹൈന്ദവ ധർമ്മത്തിൻ്റെ പ്രധാന ഘടകമാണ് തത്വമസി എന്നുള്ളത്. തത് ത്വം അസി, അത് നീ ആകുന്നു, നിന്നിൽ തന്നെയാണ് ഈശ്വരൻ അധിവസിക്കുന്നത് എന്നതാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത്. ക്ഷേത്ര സങ്കല്പം ഏത് ശാസ്ത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തന്ത്രശാസ്ത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തന്ത്രശാസ്ത്രം എന്ന ആ മഹത് ഗ്രന്ഥം രചിച്ചത് ദത്താത്രേയ മുനിയാണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, തന്ത്രശാസ്ത്രം രചിച്ചത് ദത്താത്രേയ മുനിയാണ്. പക്ഷേ തന്ത്രസമുച്ചയം രചിച്ചത് ആരാണ്? കഴിഞ്ഞ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു. തന്ത്രസമുച്ചയം രചിച്ചത് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ഈ ഒരു തന്ത്രശാസ്ത്ര പ്രകാരമാണ് ക്ഷേത്രം, ക്ഷേത്രമര്യാദകൾ, ക്ഷേത്രകാര്യങ്ങൾ ഒക്കെ വഹിക്കപ്പെടുന്നത്. നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രദക്ഷിണം ചെയ്യാറുണ്ടല്ലേ. ആ പ്രദക്ഷിണം പോലും തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് നടപ്പിലാക്കേണ്ടത്. ആസന്ന പ്രസവ നാരി തൈലചൂർണം യഥാഘടം തഥാ കാര്യാൽ പ്രദക്ഷിണം എന്നാണ് പ്രദക്ഷിണത്തെക്കുറിച്ച് പറയുന്നത്. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ തലയിൽ ഒരു എണ്ണ നിറച്ച കുടം വെച്ചുകൊണ്ട് എത്ര സാവധാനം നടന്നു പോകുമോ അത്രയും സാവധാനം വേണം പ്രദക്ഷിണ കർമ്മം പൂർത്തിയാക്കാൻ. ഇത്തരത്തിൽ ക്ഷേത്രകാര്യങ്ങൾ ഉൾപ്പെടുന്ന ക്ഷേത്രം, ക്ഷേത്രകാര്യം, ഹൈന്ദവ പുരാണങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, അവയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളത്. സൈലം BCയിൽ ഏപ്രിൽ 8-ന് ആരംഭിക്കുന്ന ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ബാച്ചിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കോർ സബ്ജക്ട്സും ലഭ്യമാണ്. ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും അവിടെ ലഭ്യമാകുന്നത്. എന്നാൽ ഈ ഒരു ബാച്ചിൻ്റെ പ്രധാന പ്രത്യേകത സ്പെഷ്യൽ ടോപ്പിക്ക് റെക്കോർഡല്ല, ലൈവ് ക്ലാസ്സുകളിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അധികമൊന്നും പരിചിതമല്ലാത്ത ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ എല്ലാ സംശയങ്ങളും തീർത്ത് ഏറ്റവും സിമ്പിളായി തന്നെ പഠിച്ചു പോകാവുന്നതാണ്. ഈ ഒരു ബാച്ചിൽ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഏവരെയും ബാച്ചിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി ക്ലാസ്സിൽ കാണാം.